ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഉണ്ണുനീലി സന്ദേശം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കുക. അങ്ങനെ നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് പഠിച്ചാൽ മാത്രമേ പ്രാചീന മധ്യകാല മലയാള കവിത എന്ന വിഷയം നമുക്ക് നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ആശയം ലളിതമായി തന്നെ പറയാം. സമൃദ്ധിയും ഐശ്വര്യവുമുള്ള പേരുകേട്ട മുണ്ടയ്ക്കൽ താമസിക്കുന്ന സുന്ദരിമാരിൽ ശ്രേഷ്ഠയും ഉദാരശീലയുമായ ഉണ്ണുനീലിയെ പുണർന്ന് ലാളിച്ച് ചുണ്ട് പ്രേമത്തോടെ നുകർന്നുകൊണ്ട് ഒരു കാമുകൻ പരമാനന്ദം നേടി. ഇവിടെ പറയുന്നത് സമൃദ്ധിയുള്ള അതേപോലെ ഐശ്വര്യമൊക്കെയുള്ള പേരുകേട്ട മുണ്ടയ്ക്കൽ താമസിക്കുന്ന നല്ല ശ്രേഷ്ഠയും ഉദാരശീലയും ഒക്കെയുള്ള സുന്ദരിയായിട്ടുള്ള ഉണ്ണുനീലിയെ പുണർന്നുകൊണ്ട് കാമുകൻ ചുണ്ടൊക്കെ നുകർന്ന് ആനന്ദം നേടി എന്നാണ് ആദ്യത്തെ വരികളിലൂടെ പറയുന്നത്. അങ്ങനെ കാമുകിയുടെ ചുണ്ടൊക്കെ നുകർന്ന് അങ്ങനെ അവർ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കാമം കൊണ്ട് മത്തു പിടിച്ചവളും അതേപോലെ ചതിക്കാൻ മിടുക്കിയുമായിട്ടുള്ള ഒരു യക്ഷി കാമയുദ്ധത്തിൽ തളർന്ന അവളെ നെഞ്ചിലേറ്റിട്ടാണ് അവൻ കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന അവനെ ശൂർപ്പണഖ ലക്ഷ്മണനെ കൊണ്ടുപോകുന്ന പോലെ തെക്കേ ദിക്കിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കാമകേളികളൊക്കെ നടത്തി അവരങ്ങനെ ഉറങ്ങുന്ന സമയത്ത് തളർന്ന് അങ്ങനെ അവർ ഉറങ്ങിപ്പോയി. അങ്ങനെ കാമകേളികളാൽ തളർന്ന് ഉറങ്ങിപ്പോയ അവരെ അങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് അവനെ, നമ്മുടെ നായകനെ അല്ലെങ്കിൽ കാമുകനെ ഒരു യക്ഷി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് ഈ ഭാഗം പറയുന്നത്. യക്ഷി അവനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ശൂർപ്പണഖ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് പോകുന്നതിലൂടെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ തെക്കേ ദിക്കിലേക്ക് ഈ യക്ഷി അങ്ങനെ ഉറങ്ങുന്ന ആ കാമുകിയുടെ അതിരമൊക്കെ നുകർന്നുകൊണ്ട് ആനന്ദമൊക്കെ നേടി ഉറങ്ങിപ്പോയ അവനെ ആ യക്ഷി കാമം കൊണ്ട് മത്ത് പിടിച്ച് വന്നിട്ട് എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അങ്ങനെ ആ യക്ഷി നമ്മുടെ കാമുകനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് അവർ തിരുവനന്തപുരത്തെത്തി. അങ്ങനെ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഉണ്ണുനീലിയെ പിരിഞ്ഞതിൻ്റെ ദുഃഖത്തോടെ ഒട്ടും ആനന്ദമില്ലാതെ, നേരത്തെ നമ്മൾ പറഞ്ഞു നല്ല പരമാനന്ദമൊക്കെ നേടി ചുണ്ടൊക്കെ നുറന്ന് ഇരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ഇപ്പം എന്താണ്, ചുണ്ടുമില്ല ആനന്ദവുമില്ല. അപ്പം അങ്ങനെ ആനന്ദമില്ലാതെ അവൻ അവിടെ നിന്ന് ഉണർന്നു. ഒട്ടേറെ ദുഃഖിതനാണെങ്കിലും നല്ല വിഷമമൊക്കെ ഉണ്ടായെങ്കിലും കുറച്ച് മന്ത്രമൊക്കെ ഉപയോഗിച്ച് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ യക്ഷിയുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന അവസരമാണെങ്കിൽ പോലും രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മന്ത്രം അങ്ങ് ചൊല്ലാണ്. അങ്ങനെ മന്ത്രം ചൊല്ലിയിട്ട് നമ്മുടെ നായകൻ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ട് കാമുകിയെ പിരിഞ്ഞതിൽ അവൻ ഒട്ടേറെ ദുഃഖം അനുഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. എന്നാലും ആ ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ദുഃഖമൊക്കെ വെച്ചിട്ടാണെങ്കിലും ഒരു മന്ത്രം പ്രയോഗിച്ചിട്ട് ആ യക്ഷിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവിടെ നമ്മുടെ കഥാനായകൻ ചെയ്യുന്നത്. പിന്നീട് പറയുന്നത്, അങ്ങനെ കാമുകിയൊക്കെ നഷ്ടപ്പെട്ട് മന്ത്രശക്തി കൊണ്ടൊക്കെ രക്ഷപ്പെട്ടെങ്കിലും അവന് ദുഃഖമുണ്ട്. എന്താണ്, കാമുകി പിരിഞ്ഞതുകൊണ്ട് തന്നെ നല്ല ദുഃഖത്തിലാണ് നമ്മുടെ നായകനുള്ളത്. അങ്ങനെ വിരഹമുണ്ടായ അവൻ പത്മനാഭൻ്റെ സമീപം, അറിയാമല്ലോ തിരുവനന്തപുരത്താണ്, മെല്ലെ താഴ്ന്ന് ഭൂമിയിൽ ചെന്നിരിക്കുകയാണ്. തൻ്റെ കാമുകിയെ പിരിഞ്ഞതുകൊണ്ട് തന്നെ ഒട്ടേറെ വിഷമമുണ്ട്. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ള കുളിർ കാറ്റ് അവിടെ കൂടെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിർ കാറ്റ്, നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തോടെ വീശുന്ന ആ നല്ല കാറ്റും തൻ്റെ കാമുകിയെ പിരിഞ്ഞ് വിരഹവേദന അനുഭവിക്കുന്ന അവന് തോന്നുന്നത് തീ പോലെയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാമുകി ഉണ്ടായിട്ട് ആ കാമുകി നമ്മളെ വിട്ട് പോകുമ്പോൾ കാമുകിയെ കാണാതെ ഇരുന്ന് ദുഃഖിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കവി അത്രമേൽ ഒരു ദുഃഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ വിരഹമുള്ളത് കൊണ്ട് തന്നെ ഒരു കുളിർ കാറ്റാണ്, നല്ല കുളിരായിട്ടുള്ള തണുത്ത കാറ്റ് തീ പോലെ ഏൽക്കുക എന്ന് പറയുമ്പോൾ കാമുകിയെ വേർപെട്ടത് അത്രമാത്രം ദുഃഖത്തിലേക്കും വിരഹത്തിലേക്കും വേദനയിലേക്കും നമ്മുടെ നായകനെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഈ വരികളിലൂടെ
തീവ്രമായി തന്നെ കവി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ തീവ്രത ഒട്ടും കുറയ്ക്കാതെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കുളിർ കാറ്റ് പോലും കാമുകന് അപ്പോൾ തോന്നുന്നത് എങ്ങനെയാണ്? തീയായിട്ടാണ്. കാമുകന് തൻ്റെ പ്രണയിനി ഇല്ലാതെ ഒരാനന്ദമില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കുളിർക്കാറ്റിൻ്റെ ആ ഒരു ആനന്ദം വരെ ഇപ്പം അവനെ വേദനിപ്പിക്കുകയാണ്. തീ പോലെ പൊള്ളിക്കുന്ന ഒരു അനുഭവമായിട്ട് ആ കുളിർ കാറ്റിനെ പോലും തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നായകൻ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏത് ദേശമാണ്, ഏത് നാടാണ്? വെമ്പല്ല നാടോ അതോ വേറെ വല്ല നാടുമാണോ? താനിപ്പോഴുള്ളത് ഏത് നാട്ടിലാണ്, ഏത് ദേശത്താണ് എന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. അവനെ ഒരു യക്ഷി എടുത്തുകൊണ്ട് പോയതാണല്ലോ. അങ്ങനെ പോയ അവസരത്തിൽ താനിപ്പോൾ എവിടെയാണ്, ഏതാണിത് സ്ഥലം, എവിടെയാണിത് എന്നൊന്നും മനസ്സിലാവാത്ത, ദിക്കുകൾ മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക്, അത്രയും ആ ഒരു വേദനയിലും വിഷമത്തിലും കൂടെ കടന്നു പോകുന്ന അവൻ ദിക്കുകളെപ്പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരം അവസ്ഥയിലേക്ക്, അത്രമാത്രം വേദനാജനകമായൊരു സിറ്റുവേഷനിലേക്കാണ്, അല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവൻ എത്തിയിട്ടുള്ളത്. ദിക്കുകൾ വരെ മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു പ്രഭാതവന്ദനത്തിൻ്റെ വരികളാണ് പിന്നെയുള്ള ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ദിക്കുകൾ മനസ്സിലാവാതെ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന അവനിലേക്കാണ് ഈ പ്രഭാതവന്ദനത്തിൻ്റെ ഒരു നാമസങ്കീർത്തനം അങ്ങോട്ട് വരികയാണ്. പത്മനാഭ മുരാരേ നീ നിൻ്റെ കണ്ണ് ചിമ്മല്ലേ. അപ്പോൾ അത് ഒരു പ്രഭാതവന്ദനത്തിൻ്റെ പാട്ടിൻ്റെ വരികളാണ്. അവൻ അവിടെ കേൾക്കുകയാണ്. അങ്ങനെ ദുഃഖിച്ച് ദിക്കുകൾ പോലും മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അവൻ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിലേക്ക് കവി എത്തിക്കുന്നത്. പിന്നീട് പ്രഭാതത്തിൻ്റെ ഒരു മനോഹര ദൃശ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. കാമദേവൻ്റെ കാളം വിളി പോലെ പൂങ്കോഴികൾ ഉറക്കെ കൂവുന്ന ഒരു ശബ്ദം അവിടെ ആകെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കോഴികളുടെ ആ ഒരു ശബ്ദം, രാവിലെ കോഴി കൂവുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ കോഴി കൂവുന്ന ആ ഒരു ശബ്ദമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോഴി കൂവുന്നത്? അപ്പോൾ രാവിലെ നേരത്തെ തന്നെ പുലർച്ചയ്ക്ക് തന്നെ കോഴികൾ കൂവും. അപ്പോൾ ആ സമയമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴികൾ ഇങ്ങനെ കൂവുകയാണ്. പുലരിയെ ബഹുമാനിച്ചുകൊണ്ട് ചിതറിയ ചോളപ്പൊരി പോലെ നക്ഷത്രങ്ങളൊക്കെ നല്ല രസമായിട്ട് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്? ചോളപ്പൊരി പോലെ അവിടെ ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണല്ലോ നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങളും അപ്പോൾ ഉണ്ടായിരുന്നു. ആ ദേവതയുടെ പൂജയ്ക്ക് സൂര്യചന്ദ്രന്മാർ ഇരുവശങ്ങളിലും ഇലത്താളം പോലെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലത്താളം പോലെ ആ ഒരു വട്ടമായിട്ട് സൂര്യചന്ദ്രന്മാർ ഇരുവശങ്ങളിലും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച. പുലരി ഒരു ദേവതയായിട്ട്, ഇവിടെ പുലരിയെ ഒരു ദേവതയായിട്ട് നമുക്ക് നമ്മളിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഒരു ദേവത എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ദേവതയായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ദേവതയുടെ പൂജയ്ക്ക് സൂര്യനും ചന്ദ്രനും രണ്ട് വശങ്ങളിലായിട്ട്, ആകാശത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇലത്താളം പോലെ ഇങ്ങനെ വന്ന് നിന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, വിടർന്നു തുടങ്ങിയ താമരയിൽ നിന്ന് പുകയുടെ നാളം പോലെ, പുകനാളം പോലെ വണ്ടിൻ്റെ കൂട്ടം ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? കാമദേവൻ്റെ കാളം വിളി പോലെയുള്ള കോഴികളുടെ ഒരു കൂവൽ, പിന്നെ പുലരിയെ ബഹുമാനിച്ചുകൊണ്ട് ചോളപ്പൊരികൾ പോലെ ഇങ്ങനെ തെറിച്ച് കിടക്കുന്ന നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുലരിയാവുന്ന ദേവതയുടെ പൂജയ്ക്ക് സൂര്യനും ചന്ദ്രനും ഒക്കെ ഇരുവശങ്ങളിലും ഇലത്താളം പോലെ വന്നു. മാത്രമല്ല, വിടർന്നു തുടങ്ങിയിട്ടുള്ള താമരയുടെ ഉള്ളിൽ നിന്ന് പുകനാളം പോലെയാണ് ആ ഒരു കറുത്ത നിറത്തോടെ ആ വണ്ടിൻ കൂട്ടം പോലെ, ആ വണ്ടിൻ കൂട്ടം വരികയാണ്. എങ്ങനെയാണ്? പുകയുടെ നാളം പോലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മെല്ലെ വരുന്ന കാഴ്ച. ഇവിടെ പ്രകൃതിയെ, പ്രഭാതത്തെ, ആ കാഴ്ചയൊക്കെ കവി നമ്മളിലേക്ക് ഇങ്ങനെ ഒരു കാണുന്ന പോലെ എത്തിക്കുകയാണ്. നീലമല, ആ നീലമലയുടെ മേലെ ഒരു രത്ന കിരീടം പോലെയാണ് സൂര്യൻ്റെ ആ ഒരു ബിംബം കാണുന്നത്. സൂര്യനെ ഇവിടെ രത്ന കിരീടത്തോടാണ് കവി ഉപമിക്കുന്നത്. കവി എന്തിനോടൊക്കെ ഉപമിക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് ഓരോന്നിനോടും ചേരുന്നത് പോലെ ഉപമിച്ച് ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ രത്നകിരീടം പോലെ സൂര്യൻ്റെ ആ ഒരു ബിംബം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ചന്ദ്രബിംബമുണ്ട്. അത് 4-1 കടലിൽ താഴാനുണ്ട്. അപ്പോൾ ഇനി കടലിലേക്ക് താഴാൻ വേണ്ടി നിൽക്കുന്ന ചന്ദ്രൻ്റെ ബിംബം, സൂര്യബിംബം, അപ്പോൾ 2 ബിംബങ്ങളെ സുന്ദരമായി തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ദേവിയുടെ കുളിർമാറിൽ പ്രീതിയോടെ, നല്ല സുഖത്തോടെ, പ്രിയത്തോടെ വാഴുന്ന തമ്പുരാനെ, ഞങ്ങൾ രാവിലെയുള്ള വെയിൽ ഉച്ചിയിലേറ്റി പാടുന്നത് കേൾക്കുക. ഇവിടെ പത്മനാഭനോട് പറയുകയാണ്, നല്ല ലക്ഷ്മി ദേവിയുടെ നല്ല മാറിലിങ്ങനെ വാഴുന്ന തമ്പുരാനെ,
ഞങ്ങൾ രാവിലെ തന്നെ എന്ത് ചെയ്യാണ്, ഞങ്ങൾ രാവിലെ തന്നെ വെയിൽ ഉച്ചയിലേറ്റ് രാവിലെ തന്നെ ഞങ്ങൾ പണിയെടുക്കുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പണിയെടുത്ത് ഉച്ചയിലേറ്റ് പാടുന്നത് നീ കേൾക്കുക. അപ്പോൾ രാവിലെ തന്നെ ആ പണിയെടുക്കുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ ഓർത്ത് ഞാൻ പാടുകയാണ്, അത് നീ കേൾക്കൂ എന്ന് പത്മനാഭനോട് പറയുന്ന ആ രാവിലെയുള്ള പ്രഭാത വന്ദന ഗീതത്തിൻ്റെ വരികളാണ് പിന്നെ കവി നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ആ പാട്ട് കേട്ടിട്ട് നമ്മുടെ നായകനുണ്ടല്ലോ, നായകൻ്റെ കാര്യം മറക്കരുത്. നായകനോടെ കാമുകിനെയൊക്കെ വേർപെട്ട് ആ ദുഃഖത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ ഈ പാട്ടൊക്കെ കേട്ട് കുറച്ച് ആശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കുറച്ച് ആശ്വസിച്ച് തുടങ്ങിയപ്പോൾ എന്താ കേൾക്കുന്നത്, അടുത്തൊരു കാവുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തുള്ള കാവിൽ കുയിലുകളുടെ പാട്ടും കൂവലും കൂടി. അപ്പോൾ ഈ കുയിലിൻ്റെ പാട്ട് കൂവൽ എന്നൊക്കെ പറഞ്ഞാൽ അത് കാമുകന്മാർക്ക് വിരഹവേദന അനുഭവിക്കുന്ന, അപ്പോൾ കാമുകിയെ കാണാതിരിക്കുന്ന കാമുകന്മാർക്കത് വളരെ ദുഃഖവും വേദനയും ഉണ്ടാക്കുന്നതാണ് എന്ന് കാളിദാസനെ പറ്റി പഠിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കാമദേവൻ്റെ കൂടെ ഉച്ചത്തിൽ വണ്ടിൻ്റെ ശബ്ദത്തോടെ ഭയങ്കരനായ ആരാച്ചാരെ പോലെ വസന്തവും വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഈ വിരഹവേദന അനുഭവിക്കുന്ന ഇവനെ, നമ്മുടെ നായകനെ, വിരഹവേദനയാൽ കാമുകിയെ നഷ്ടപ്പെട്ട് പിരിഞ്ഞതിൻ്റെ ദുഃഖം അനുഭവിച്ചിങ്ങനെ ഇരിക്കുന്ന അവനെ, ഇടിവെട്ടിയവനെ പാമ്പ് പിടിച്ചു എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോൾ അവനെ അങ്ങ് കൊല്ലാൻ വേണ്ടി, കൊല്ലുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള കൊല്ലലല്ല, അതായത് വിരഹവേദന അനുഭവിപ്പിച്ച് അവനെ കൊല്ലാതെ കൊല്ലുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാമുകിയെ പിരിഞ്ഞ് ദുഃഖത്തോടെ ഇരിക്കുന്ന അവനെ ഒരു ആരാച്ചാരെ പോലെ വസന്തം കൂടി വരികയാണ്. അപ്പോൾ വസന്തം വരുമ്പോൾ അത്രമാത്രം വേദനയും ദുഃഖവും വിരഹവുമാണ് കാമുകിയെ കാണാതിരിക്കുന്ന ഒരു കാമുകൻ്റെ മനസ്സിലുണ്ടാവുന്നത് എന്ന് നമ്മളോട് വ്യക്തമാക്കി തരികയാണ് ഈ വരികൾ ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ വണ്ടിൻ്റെ ശബ്ദം കൂടിയാകുമ്പോൾ അത്രയും മാത്രം ഒരു വിഷമാണ് കാമുകനുണ്ടാവുക. കാരണം കാമുകിയില്ലാത്ത അവസ്ഥയിൽ ഇത്തരം മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നത് അത്രമേൽ തീവ്രമായ ദുഃഖമാണ് ഉണ്ടാകുന്നത്. ആ കാഴ്ചകളൊന്നും ഒരു നല്ല കാഴ്ചയായിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാവണമെങ്കിൽ നമുക്കെന്താണ്, ഒരു പ്രണയിനി ഉണ്ടായിട്ട് ആ പ്രണയിനിയെ കാണാതെ വേർപെട്ട് മാറി ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളിങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ നമുക്കതിൻ്റെ സന്തോഷമൊന്നും കിട്ടില്ല. ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ നല്ല നറുമണം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കാമുകീനെ കാണാതെ കാമുകിയെ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ഈ കുയിലിൻ്റെ പാട്ട് കേട്ടിരിക്കുന്ന അവസ്ഥയിൽ ആ വിരഹവേദനയിലാണല്ലോ ഇരിക്കുന്നത്. തൻ്റെ കാമുകിയെ വിട്ട് താൻ നല്ല പ്രേമപൂർവ്വം തഴുകി തലോടി പുണർന്ന് ചുണ്ടുകൾ നുകർന്ന് ഇരുന്ന ആ പ്രണയിനി ഇപ്പോൾ തൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ കഠിനമായൊരു വേദനയാണ്. അപ്പോൾ ആ വേദന ഉള്ളതിനാൽ തന്നെ നമ്മുടെ വസന്തത്തേക്ക് എങ്ങനെയാണ് കാണേണ്ടത്, നല്ല പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന, നല്ല സുഗന്ധം പരത്തി കാറ്റ് വീശുന്ന സുന്ദരമായ മനോഹരമായ വസന്തത്തെ ഇവിടെ എന്താണ് കാണുന്നത്, ഇവിടെ വിരോധാഭാസമാണ്. ആരാച്ചാരെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആർക്ക്, ഈ വിരഹിയായ കാമുകിയെ വേർപെട്ടിരിക്കുന്ന കാമുകന് തോന്നുന്നത് ഒരു ആരാച്ചാരെ പോലെയാണ് എന്ന് പറയുമ്പോൾ അത്രമാത്രം വേദനയും ദുഃഖവും ഈ നായകൻ അനുഭവിക്കുകയാണ്. നായകൻ്റെ മനസ്സ് കലുഷിതമാണ്, അത് വിങ്ങിപ്പൊട്ടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു വിങ്ങിപ്പൊട്ടലിനെയാണ് ഇത്രയും ഭീകരമായ വരികളിലൂടെ കവി നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കവി വസന്തത്തെ ആരാച്ചാരായിട്ടാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ആരാച്ചാരെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിരഹ ദുഃഖത്തിലിരിക്കുന്ന, ഇത്രയും അല്ലേ തന്നെ ദുഃഖമായിട്ട് കാമുകിയെ കാണുന്നില്ല, പിരിഞ്ഞിരിക്കുകയാണ്, അപ്പം തന്നെ ദുഃഖിച്ചിരിക്കുകയാണ്, അവനെ പിന്നെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി എത്തുന്ന ഒരു ആരാച്ചാരെ പോലെയാണ് വസന്തം അങ്ങോട്ട് എത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നായകൻ അപ്പോൾ ആലോചിക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരാ ഇവിടെ ഉള്ളത്, ഞാനിങ്ങനെ ഇരിക്കുന്ന, ഇത്രയും ദുഃഖിച്ച് ഇത്രയും വേദന ഉള്ളിൽ അമർത്തിയിരിക്കുന്ന എന്നെ ആരാണ് സഹായിക്കാനുള്ളത് എന്ന് നോക്കിയിട്ട് നായകൻ ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷേ എവിടെയും എന്താണ് കാണുന്നത്, തന്നെ കൊല്ലാക്കൊല ചെയ്യാനുള്ള കാഴ്ചകൾ മാത്രമാണ് കാണുന്നത്. എവിടെയും നോക്കുമ്പോഴും കാണുന്നത് ശത്രുക്കളെ മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണുള്ളത്, വസന്തത്തിൻ്റെ കാഴ്ചകളാണ്. ആ സുന്ദരകരമായ കാഴ്ചയിലെ സൗരഭ്യവും മനോഹാരിതയും ഒന്നും ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥയിലൂടെ അല്ല നമ്മുടെ നായകൻ കടന്നു പോകുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഒരു ഭീകരത്വം, ഈ കാഴ്ചകളുടെ ഒരു ഭീകരത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്തൊക്കെയാണ് കാണുന്നത്, തേന്മാവിൽ കുയിലുകൾ. ഇപ്പോൾ തേന്മാവ്, നല്ല തേനൊക്കെയുള്ള നല്ല മാവ്, ആ മാവിൽ എന്താണ്, കുയിലുകൾ. അത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് തോന്നും. മാത്രമല്ല ചുറ്റുമുള്ള ചെമ്പകത്തോപ്പ് തോറും മനോഹരമായ ഇലഞ്ഞി, ആ ഇലഞ്ഞിയിലിങ്ങനെ ഇളം കാറ്റ്, ആ സുന്ദരമായ ഇലഞ്ഞിയും അതിലിങ്ങനെ വീശുന്ന ഇളം കാറ്റും
പിന്നെ മാത്രമല്ല മുരിക്കിലെന്താണ് നല്ല ചുവന്ന തുടുത്ത മുരിക്കിൻ്റെ പൂക്കളുണ്ട്. പൊയ്കയിലോ താമരപ്പൂക്കൾ, താമരപ്പൊയ്കയാണ്. താമരപ്പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന സുന്ദരമായ ഒരു പൊയ്കയും അവിടെയുണ്ട്. തേന്മാവിൽ കുയിലുകളുണ്ട്. ചെമ്പകത്തോപ്പ് തോറും നല്ല ഇലഞ്ഞി, അവിടെ വീശുന്ന ഇളം കാറ്റ്, മുരിക്കിലാണെങ്കിൽ നല്ല ചുവന്ന് തുടുത്ത മുരിക്കിൻ പൂക്കൾ, പൊയ്കയിൽ നല്ല താമരപ്പൂക്കൾ. ഇതൊക്കെ ഇപ്പോൾ നല്ല കാഴ്ചകളാണ്, രസമുള്ള കാഴ്ചകളാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നായകൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഇവരെല്ലാം എന്താണ്, ശത്രുക്കളാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വിരഹവേദനയിൽ നൊന്തിരിക്കുന്ന അവനെ ഒന്നുകൂടി വേദനിപ്പിക്കാൻ മാത്രമേ ഈ കാഴ്ചകൾക്ക് പറ്റുന്നുള്ളൂ. കാരണം ഇത്തരം പ്രകൃതിയുടെ വസന്തത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാമുകിയെ വേർപെട്ടിരിക്കുന്ന കാമുകന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവനിലുണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ, വാക്കുകളെ കൊണ്ട് വിവരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇനിയാണ് കൂടുതൽ സങ്കീർണമായ കലുഷിതമായ അവസ്ഥയിലേക്ക് നമ്മുടെ കഥാനായകൻ എത്തപ്പെടുകയാണ്. ആരാച്ചാരായിട്ടുള്ള വസന്തം അവിടെ ഉണ്ട്. മാത്രമല്ല ഇളം കാറ്റുമുണ്ട്. ഈ വസന്തം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, സഹായമായിട്ട് ഇളം കാറ്റും ഉണ്ടാവും. നല്ല പൂക്കൾ പൂത്തിരിക്കുന്ന ആ ഒരു സമയത്ത് മെല്ലെ വീശുന്ന ഒരു ചെറിയ കുളിർക്കാറ്റ്. അപ്പോൾ എന്ത് ക്രൂര പ്രവൃത്തിയും ചെയ്യാൻ ഈ മന്ദമാരുതന് മടിയില്ല. രാത്രി വേർപിരിഞ്ഞിരുന്ന ചക്രവാകക്കൂട്ടത്തിൻ്റെ വിരഹത്തിൽ നിന്നുണ്ടാകുന്ന തീക്കനൽ കഷണങ്ങളെപ്പോലെയാണ് മഞ്ഞുതുള്ളികളെ തൂവിക്കൊണ്ട് തൂർന്നു കിടക്കുന്ന പൂങ്കാവിലൂടെ ഇളം കാറ്റ് ചെല്ലുന്നത്. അങ്ങനെ മെല്ലെ ചെല്ലുന്ന ഇളങ്കാറ്റ് എന്താണ് ചെയ്യുന്നത്, വിടർന്ന് തുടങ്ങിയ താമരകളുടെ തേൻ, താമരകളുടെ തേനിനെ ഇവിടെ വിഷദ്രാവകമായിട്ടാണ് പറയുന്നത്. അപ്പോൾ താമരയുടെ തേനാകുന്ന വിഷദ്രാവകം കോരി ഒഴിച്ച് പൂങ്കാറ്റ് അവനെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇളം കാറ്റിൻ്റെ ആ ഒരു വീശൽ, അവിടെ തേനൊക്കെ പൊഴിച്ചുകൊണ്ട് സുന്ദരമായി വീശുന്ന ആ ഇളം കാറ്റ്, ആ മനോഹരമായ കാഴ്ചയൊക്കെ നമ്മുടെ നായകൻ അടുത്തു നിന്ന് കാണുകയാണല്ലോ. അപ്പോൾ ഈ കാഴ്ച നായകന് താങ്ങാൻ പറ്റുന്നതല്ല. അങ്ങനെ ഈ തേൻ തുള്ളികളെ ഉൾക്കൊള്ളുന്ന ആ ഇളം കാറ്റ് കൊള്ളാനുള്ള ശക്തിയൊന്നും ആർക്കില്ല, നായകനില്ല. കാരണം നായകൻ തൻ്റെ കാമുകിയെ, തൻ്റെ സ്വന്തം ഉണ്ടുനീലിയെ പിരിഞ്ഞ് ആ ഒരു ദുഃഖം കൊണ്ട്, ആ ഒരു വേദന കൊണ്ട് മനസ്സിങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ, ആ ഒരു ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് നായകനുള്ളത്. അപ്പോൾ നായകന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സിറ്റുവേഷൻ അതല്ല അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനൊരു സാഹചര്യമല്ല ഈ ആർക്കുള്ളത്, നമ്മുടെ നായകനുള്ളത്. അതുകൊണ്ട് തന്നെ വസന്തത്തിൻ്റെ ആ ഒരു കാഴ്ചകൾ അവനെ ഏൽപ്പിക്കുന്ന ഒരു ദൈന്യത, മാത്രമല്ല അവിടെ കാറ്റും കൂടെ വരികയാണ്. അപ്പോൾ ആ നല്ല കുളിർ കാറ്റ്, ഈ കാറ്റൊന്നും അവനങ്ങ് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അത്രയും ഒരു ദുഃഖവും വേദനയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നായകനെ എത്തിച്ച് അവനെ ഈ വസന്തവും ഈ കാറ്റും ഇങ്ങനെയുള്ള ഈ പ്രകൃതിയിലെ ഇത്തരം കാഴ്ചകൾ അവനെ കൊല്ലാതെ കൊന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഈ വരികളുടെ അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൻ്റെ ഒരാശയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പറയണം. നമുക്ക് അതിനു വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. വേറെ എന്തെങ്കിലും വീഡിയോ ഇടണമെങ്കിൽ വീഡിയോ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. പെട്ടെന്ന് പരീക്ഷയുടെ തലേ ദിവസം ഒരാഴ്ച മുമ്പ് ഒക്കെ വന്നിട്ട് ഈ പ്രാചീന മധ്യകാല മലയാള കവിത ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തൂല മക്കളെ. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങി ഈ പാഠങ്ങളൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു നല്ല മാർക്കോടുകൂടി നമുക്ക് പാസ്സാവണ്ടേ. അങ്ങനെ പാസ്സാകാൻ വേണ്ടി പറ്റും. അടുത്തൊരു നല്ല മനോഹരമായിട്ടുള്ള വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.